വയനാട് DFOയുടെ പ്രതികരണത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. ഇവർ ഇന്നത്തെ സമരം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഇവര് അമ്പിളിമാമനെ ചോദിച്ചാലും പിടിച്ചു തരും എന്ന് പറയും. കാരണം അതത്രേ ഉള്ളൂ. ആ രീതിയിലല്ല നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ ഗവൺമെന്റ് നിങ്ങൾ മെയിൽ അയച്ചിട്ടോ അല്ലെങ്കിൽ അവിടുന്ന് പിന്നെ റിപ്ലൈ വന്നതിന്റെ ആ രേഖ പേപ്പർ നിങ്ങൾ കാണിച്ചു തരണം. ഒന്ന്. രണ്ടാമത്തത് മന്ത്രി ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഈ കുട്ടിക്ക് സ്ഥിരം ജോലി കൊടുക്കാലോ അല്ലേ? ഇപ്പൊ തന്നെ നിങ്ങൾ മന്ത്രിനെ വിളിച്ചിട്ട് ഈ മന്ത്രി ഓഫീസിൽ നിന്നൊരു റിപ്പോർട്ട് ഇങ്ങോട്ട് വരട്ടെ. ഏത് അതിനിപ്പോ പിന്നെ നമ്മൾ ശ്രുതിക്ക് ജോലി കൊടുത്ത ഉദാഹരണമൊക്കെ നമ്മളെ മുന്നിലുണ്ടല്ലോ. എന്നതുപോലെ തന്നെ മന്ത്രിതലത്തിൽ ഇടപെട്ടിട്ട് ഇന്ന് തന്നെ അതിനൊരു തീരുമാനം വരട്ടെ. എന്നിട്ട് നമുക്ക് അതിനെ കുറിച്ച് ആലോചിക്കാം. ഞാനിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. എനിക്ക് അവിടെ പോയിട്ട് ആനയെ കുറിച്ച് പഠിച്ചതിന് റിപ്പോർട്ട് കൊടുത്താലാണെന്ന് പിടിക്കാനുള്ള ഉത്തരവ് വരുള്ളൂ. അതൊക്കെ വന്നിട്ടല്ലേ എനിക്ക് അതിനെ കാണിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഇങ്ങനെ ഒന്ന് പോയി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവും? എല്ലാം ചെയ്യാന്ന് മനസ്സിലാക്കണം. ഞങ്ങൾക്ക് നിങ്ങളെ സിസ്റ്റത്തിനോട് ബഹുമാനം തന്നെയാണ്, ഇല്ല എന്ന് പറയണില്ല. എല്ലാം പക്ഷേ ഈ അണമുട്ടിയ ചേരും കടിക്കുന്ന ഒരു ചൊല്ലുണ്ടല്ലോ, അതാണ് ഇപ്പൊ നിലവിലെ ഞങ്ങളുടെ അവസ്ഥ. ഇത് ആദ്യമായിട്ടല്ല ഞങ്ങൾ ഇവിടെ പ്രതിഷേധിക്കുന്നത്. ഈ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഈ ആനയെ അവിടുന്ന് മയക്കുവെടി ചുടിച്ചുകൊണ്ടുവന്ന് ഈ ജില്ലയിലെ ഫോറസ്റ്റിന്റെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാണ് ഇവിടെ നിന്നിട്ട് കൊണ്ടുപോകും എന്ന് പറയുന്നത്. ഇന്ന് തന്നെ അതിന്റെ നടപടി ആരംഭിക്കുന്നുവെന്ന്. അത് ഇന്ന് നമ്മൾ വിശ്വാസത്തിലെടുത്തിട്ട് അത് നടപ്പിലാക്കുന്നതിൽ തൊട്ടടുത്ത ദിവസം ഈ മേപ്പാടി നമ്മളുണ്ട്, ഇവിടെ ഉണ്ട്. അടുത്ത ദിവസം തന്നെ അതിശക്തമായിട്ട് പിന്നീട് ഈ സമരത്തിന്റെ മുമ്പിലേക്ക് ഇത്തരത്തിലുള്ള വാദഗതിയായിട്ട് നിങ്ങൾക്ക് വരാൻ വേണ്ടി സാധിക്കില്ല. അപ്പൊ ഇന്ന് തന്നെ അതിന്റെ നടപടി ആരംഭിക്കണം. പിന്നെ അതിന്റെ കൂടെ ഇവര് പറഞ്ഞിട്ടുള്ള കാര്യം, ഇനി ഒരാൾക്ക് അപകടം വരാതെ ഈ ആനയെ പിടിച്ചു കൊണ്ടുപോകുന്നവരെ അപകടം വരാതെ പിടിച്ചു നിർത്താനുള്ള എല്ലാ ഉത്തരവാദിത്വം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാണോ, RRT ടീം ഫുൾ ടൈം ഉണ്ടാണോ, ലൈറ്റിന്റെ പ്രശ്നം പരിഹരിക്കണം. ഒരു ഫോറസ്റ്റ് വെച്ചിട്ട് കാട് വെട്ടിക്കുന്ന സമയത്ത് വരെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. കാട് വെട്ടുന്ന നിർബന്ധം. റോഡിലേക്കാണ് മൊത്തം തൂങ്ങിയിരിക്കുന്നത്. രണ്ട് സൈഡ് കാട് അറിയില്ല. ഏകദേശം ഒരു 10 മീറ്ററെങ്കിലും രണ്ട് സൈഡിലും DFO മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു, അവിടുത്തെ ജനങ്ങളോട് സംസാരിക്കുകയായിരുന്നു. വയനാട്ടിലെ മേപ്പാടിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ട സംഭവത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം നടക്കുകയാണ്. മേപ്പാടി ടൗണിൽ പ്രതിഷേധക്കാർ വാഹനങ്ങൾ തടയുകയായിരുന്നു. സ്ഥലത്തെത്തിയ DFOയും പ്രതിഷേധക്കാരും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടായിട്ടുണ്ട്. അവരെ അനുനയിപ്പിക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ കണ്ടത്. വയനാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങൾ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.